ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. ഇന്ന് വീണ്ടും പുറത്ത് ഭയങ്കര ചൂട്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ വേർത്തൊഴുകുകയാണ്. അപ്പോളേ ഞാൻ അമ്മേനോടൊന്ന് ചോദിക്കാൻ പോണ ചോദ്യം എന്താ അറിയോ? പണ്ടൊരു വിവരമുള്ള ഒരാൾ, വിവേകാനന്ദ സ്വാമി പറഞ്ഞ ഒരാൾ ചോദിക്കണ്ടായിരുന്നു. ഇന്ന് അമ്മ നേരത്തെ കൂട്ടി വിവരമില്ലാത്ത തീയാണല്ലോ ചോദിക്കണമെന്ന് പറയണേക്കാളും മുമ്പ് തന്നെ ഞാൻ തന്നെ എന്നെ തെറ്റ് പറയുക. ഇന്ന് വിവേകമില്ലാത്തൊരു സ്വാമി ചോദിക്കുകയാണ്, ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായം പറയും. ചിലർ പറയും കണ്ടിട്ടുണ്ട്, പല വട്ടം പല പ്രാവശ്യം എന്ന് പറയും. ചിലർ പറയും ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത ദൈവത്തിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല പറയും. ഇതിൽ ഏതിൻ്റെ ഭാഗത്താണ് അമ്മ? അമ്മ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് കണ്ടത്? എത്ര വട്ടം കണ്ടിട്ടുണ്ട്? ഏതൊക്കെ സമയത്ത് കണ്ടിട്ടുണ്ട്? എന്നുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ദൈവത്തെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ജനിക്കില്ലേ, അപ്പം നമ്മൾ ദൈവസ്വരൂപമായിട്ടാണ് ജനിക്കുന്നത്. ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മളെല്ലാവരും പറയില്ല, അയ്യോ ദൈവത്തിനെ പോലെ അതിൻ്റെ ശരി കണ്ടാൽ പറയും. ഓരോ കുട്ടികളും ദൈവത്തിനെ പോലെയാണ് ദൈവത്തിനെ പോലെ എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ആ കുട്ടി നിഷ്കളങ്കമായിട്ടാണ് അന്ന് അതിൻ്റെ മനസ്സിലൊന്നുമില്ല, ദൈവം തന്നെയാണത്. അപ്പോൾ വളർന്നു വലുതായി സാഹചര്യങ്ങളും മറ്റുള്ള നമ്മളൊക്കെ തന്നെയാണ്. ഒന്നുമില്ലാത്ത ഒരു കാലി കടലാസായിരുന്നു നമ്മൾ ജനിക്കുമ്പോൾ. കാരണം നമ്മുടെ ചിന്തകളിലും മനസ്സുകളിലും വേറൊരു ചിന്തയും ഭാവവും ഒന്നുമില്ല. നമ്മുടെ ചിന്തകളിൽ ജാതിയില്ല, മതമില്ല, നിറമില്ല, അഹന്തയില്ല, അഹങ്കാരമില്ല, അസൂയയില്ല. ഇതൊന്നും ഇല്ലാത്തൊരു പിഞ്ചുകുട്ടി എന്നും ദൈവത്തിന് തുല്യമാണ്. ആ പിഞ്ചുകുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഭഗവാനെ പടിയിറക്കി വിടുന്നത് മനുഷ്യനാണ്, അല്ലേ? ഇപ്പൊ ചോദ്യം ചോദിച്ചത് ഉത്തരം പറഞ്ഞത് നീ തന്നെയാണോ? പിന്നെ എന്തിനാ എന്നോട് ചോദ്യം ചോദിക്കണത്? അല്ലേ? രൂപത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. എന്താ, നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മൾ ഒരുപാട് കഷ്ടതകളിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും രൂപത്തിൽ ഒരാൾ വന്നത് നമ്മളെ സഹായിക്കാൻ വെച്ചോ, അത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ ഇതില്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ദൈവം ആ രൂപത്തിൽ നമ്മളെ വന്ന് സഹായിച്ചു. അപ്പോൾ നമ്മൾ ഈ ജീവിതകാലത്തിനിടയ്ക്ക് ഞാൻ എത്രയോ വട്ടം ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. കാരണം പല രൂപത്തിൽ പലരും നമ്മളെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും, അല്ലെ? ആളായിട്ടും എന്തൊക്കെ രീതിയിലാണെങ്കിലും നമുക്കൊരു ചെറിയ സങ്കടം വരുമ്പോൾ ദുഃഖത്തിൽ കണ്ണീര് തുടയ്ക്കുന്നവൻ, നമുക്ക് വേണ്ടി സന്തോഷങ്ങൾ കൊണ്ടുവന്ന് തരുന്ന വ്യക്തികൾ, അല്ലേ? നമ്മൾ പല രൂപത്തിലും ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ, എന്നെ തീരാത്തത്രയും തവണ ദൈവത്തെ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തെ കണ്ടത് നമുക്ക് ദൈവമാണെന്ന് മനസ്സിലാവാത്തത്? അത് മനസ്സിലാക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ കഷ്ടതയിൽ സഹായിക്കുക, നമ്മൾ കണ്ണിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ വന്ന് നമ്മുടെ കണ്ണിൽ തുടയ്ക്കുക എന്നുള്ളത് അത് ദൈവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ദൈവത്തെ നമുക്ക് നേരിട്ട് നമ്മളിപ്പോൾ കാണുന്ന ആ രൂപത്തിലും തന്നെ ദൈവം ഉണ്ടാവുക. ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേക രൂപമൊന്നുമില്ല ശരിക്കും, സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വക നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണീര് തുടയ്ക്കാനും, നമുക്ക് സാന്ത്വന വാക്ക് പറയാനും, നമ്മുടെ കഷ്ടതകളിൽ സഹായിക്കാനും, നമ്മളെ കരകയറാൻ ഇങ്ങനെയൊക്കെ പലരും ഉണ്ടാവില്ലേ? അതൊക്കെ ദൈവത്തിൻ്റെ രൂപങ്ങളാണ്. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ദൈവത്തെ കാണാത്തവരുണ്ടാവില്ല. പല പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പം ആരെങ്കിലും പറയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ദൈവത്തെ കണ്ടു പറഞ്ഞാൽ പലരും പുച്ഛിക്കും, ചിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ പറയുന്ന വ്യക്തികളും ശരിയാണ്. അതേപോലെ ഈ കേൾക്കുന്ന വ്യക്തികളും പലവട്ടം പല പ്രാവശ്യം പല രീതിയിൽ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല, എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു. കാരണം ആ കഷ്ടകാലം കഴിഞ്ഞു പോയൊരു നല്ല കാലം വരുമ്പോൾ മനുഷ്യൻ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്തിന്? ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നമുക്ക് സഹജീവിയോടൊരു പ്രത്യേക സ്നേഹവും മമത്വയും കാരുണ്യമൊക്കെ തോന്നില്ലേ? ആ കാരുണ്യത്തിലും മമതയിലും സ്നേഹത്തിലും ഉള്ളത് തന്നെയാണ് ദൈവം. അല്ലാണ്ട് ദൈവത്തെ രൂപമില്ലാത്തവൻ, വർണ്ണിക്കാൻ കഴിയാത്തവൻ, അതുതന്നെയാണ് ദൈവം, അല്ലേ? ദേഹമില്ലാത്തവൻ, രൂപമില്ലാത്തവൻ, വർണ്ണിക്കാൻ കഴിയാത്തവൻ. അപ്പോൾ അതുകൊണ്ടാണല്ലോ പലരുടെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കുന്നത്. അതെ. അല്ല, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി, നമ്മുടെ കയ്യിൽ നിറയെ പൈസ ഉണ്ട്, അല്ലേ? നമുക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. നമ്മളൊരു ദാഹജലത്തിന് വേണ്ടി ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും. എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസ കൊടുത്താലും കിട്ടാത്ത അവസ്ഥ. നമുക്കൊരു നേരത്തെ ആഹാരം ഇവിടെ കിട്ടില്ല. ചിലപ്പോൾ അവിടെ ഒരു കടയുണ്ടാവില്ല, ഒരു പുഴയുണ്ടാവില്ല, ഒരു കിണറുണ്ടാവില്ല. ആ സമയത്ത് ഒരു തുള്ളി വെള്ളം നമുക്കൊരു ആൾ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ അത് ദൈവമാണ്. അതെ, ആ രൂപത്തിലാണ് ദൈവം വരിക. അങ്ങനെയൊക്കെയാണ് ദൈവത്തെ കാണാൻ പറ്റുക. നീ തകർന്നു പോയി, നീ ഒരിക്കലും രക്ഷപ്പെടില്ല, ഇനി ഏതാണ്ട് നിമിഷങ്ങളിലുള്ളൊരു മരിക്കുന്നു പറയണം, എത്രയോ കാലം ജീവിച്ചിരിക്കണം. ആ ജീവൻ അന്ന് ആ ജീവൻ നിങ്ങൾക്ക് നൽകിയതിൻ്റെ പേരാണ് ദൈവം. അപ്പോൾ കുഞ്ഞുനാളിൽ എല്ലാ കുട്ടികളും ദൈവപുത്രനായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. പിന്നീട് എപ്പോഴോ ഈ സ്വർഗത്തിൽ നിന്ന് എന്നാളൊരു സിനിമയിൽ നമ്മൾ കേട്ടില്ലേ, മഹിരാവണനെയും ഇബലീസിനെയും സാത്താനെയും പടിയിറക്കി വിട്ട പോലെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ പടിയിറക്കി വിട്ടിട്ട് പള്ളിയിൽ വാങ്ങി വിളിച്ചും അമ്പലമണികളടിച്ചും നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിനെ നമ്മൾ തന്നെ പടിയിറച്ച് പിണ്ടം വെച്ച് അതേ ദൈവത്തിനെ പോയിട്ട് പല ഇടങ്ങളിലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറക്കി വെച്ച
അല്ലെങ്കിൽ ഇറക്കി വിട്ട ആ ദൈവത്തിനെ വീണ്ടും മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, മനസ്സിൽ നന്മ, ഒരാളോടും തിന്മ ചെയ്യാത്തൊരു മനസ്സ്, അതുപോലെ ഒരാളെ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു കഷ്ടപ്പാട് കാണുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സ്, അങ്ങനെ കരുണ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, സത്യസന്ധമായ മനസ്സുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ദൈവമുണ്ട്. പിന്നെ എവിടെയും പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അവിടെ ദൈവമുണ്ട്, അവനാൻ്റെ മനസ്സിൽ തന്നെ ദൈവമുണ്ട്. അപ്പോൾ ആരെങ്കിലും അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരാൾ മാത്രമല്ല, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും അവർ മരിക്കുന്നതിന് മുമ്പ് പലവട്ടം ദൈവത്തിനെ കണ്ടിട്ടുണ്ടാവും. പല രൂപത്തിൽ, പല വ്യക്തികളുടെ രൂപത്തിൽ, പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓർക്കാൻ മറന്നു പോകുന്നു. എന്നിട്ട് പറയണു, ദൈവമേ നീ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ വന്നില്ല എന്നല്ലേ. പലവട്ടം വന്നിട്ടുണ്ട്, പലവട്ടം കണ്ടിട്ടുണ്ട്. ഓരോ സ്നേഹവാക്കുകളിലും ഓരോ നല്ല സന്ദേശങ്ങളിലും യഥാർത്ഥത്തിൽ എല്ലാം ദൈവമുണ്ട്. അപ്പോൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായിട്ട് പറയാൻ കണ്ടിട്ടുണ്ട്. ഇത് കാലങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിവേകാനന്ദ സ്വാമിജി, ലോകപ്രശസ്തനായ പുണ്യാത്മാവ്, പണ്ട് രാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു. മൂപ്പര് ലോകപ്രശസ്തനായി ഇത് ലോകം മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇത് ഞാനോ എൻ്റെ അമ്മയോ കണ്ടുപിടിച്ചതല്ല, ഇത്രയും വലിയ എന്താ പറയുക, ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലെജൻഡുകൾ കണ്ടുപിടിച്ചാണ്. എന്നിട്ട് നമ്മളെപ്പോലൊരു കുറേ പുസ്തകങ്ങൾ വായിച്ചാലും അറിവുകളുണ്ടെങ്കിലും വീണ്ടും പറയും, കാണാത്ത ദൈവത്തെ വിശ്വസിക്കില്ല. നമ്മുടെയൊക്കെ മുമ്പർത്ത്, എൻ്റെയൊക്കെ മുമ്പർത്ത് ഈ ഇരിക്കുന്ന അമ്മയിൽ ദൈവമുണ്ട്. കാരണം മക്കളാണ് നമ്മുടെ ജീവൻ അല്ലേ. നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് ആസ്വദിക്കണം, ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോന്നിനും ദൈവമുണ്ട്. കാരണം അതിൽ അമ്മ നേരത്തെ പറഞ്ഞ ആ പിഞ്ചു കുഞ്ഞില്ലേ, ആ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സുണ്ടാവും. അപ്പോൾ നിഷ്കളങ്കമായ എല്ലാത്തിലും ദൈവമുണ്ട്. കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പോയപ്പോൾ ആ ചേച്ചി എങ്ങടാ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചീൻ്റെ അടുത്ത് ഓടാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ നോക്കി. അപ്പോൾ വീണ്ടും എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ ചേച്ചിക്ക് എന്ത് പറ്റി, പെട്ടെന്ന് വായ പിടിച്ചിട്ട് അങ്ങോട്ട് നോക്കണ്ടല്ലോ, അവിടെ വല്ല ഐസ്ക്രീം വണ്ടി പോയോ, ഐസ് കാൻഡി വണ്ടി പോയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അല്ല, അടുത്ത വീട്ടിലെ ചേച്ചി പോകുന്നത് കാണുമ്പോൾ ഇപ്പോൾ എണിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള ഭാവത്തിൽ അമ്മ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ നമ്മുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് അമ്മ മറന്നോ എന്ന് ചോദിച്ചു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് മറന്നടാണ്. ആ ചേച്ചിയെ കാണുമ്പോൾ പിന്നെ എനിക്ക് ഒരു ഹായ് ഹലോ എന്നൊക്കെ പറയണ്ടേ. നന്നായി. അപ്പോൾ പ്ലീസ് കണ്ടിന്യൂ. അപ്പോൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ദൈവത്തെ കണ്ടിട്ടുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കാരണം എന്തായാലും നിങ്ങൾ പലവട്ടം ദൈവത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ ദൈവം നമ്മൾ ചെയ്യുന്ന എല്ലാം കാണുന്നുണ്ട്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ എന്താ പറയുക, നമ്മൾ ഒരു തെറ്റിലേക്കും പോവില്ല, നമ്മൾ ഒരാളെ ദ്രോഹിക്കില്ല. നമുക്കൊരു ഭയം ഉണ്ടാവും, ദൈവം നമ്മളെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എത്ര വാതിലടച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ അറിയുമോ, നമ്മുടെ മനസ്സിലൊരു ഭയം, അയ്യോ ഞാനീ ചെയ്തത് ദൈവം കാണില്ലേ എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ എന്താ അറിയോ, നമ്മൾ ഒരു തെറ്റിലേക്കും പോവില്ല, നമ്മുടെ മനസ്സ് വളരെ നിർമ്മല ചിത്തത്തോടെ ഇരിക്കും. കാരണം ദൈവം നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ചിന്തയുണ്ടല്ലോ. ആ ചിന്ത തന്നെയാണ് ദൈവത്തിനോടുള്ള യഥാർത്ഥ സമർപ്പണം. അങ്ങനെ എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കും കേട്ടോ. ശ്രമിക്കുകയല്ല, അങ്ങനെ തന്നെ ജീവിക്കണം. ദൈവമുണ്ട്, ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ചിലപ്പോൾ സുഹൃത്തായി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ നല്ല മനസ്സുണ്ടെങ്കിൽ ആ നമ്മുടെ മനസ്സിനുള്ളിൽ എന്നും ദൈവമുണ്ട്. നമ്മൾ ആ മനസ്സിനെ തൊഴുക അല്ലേ. ചിലപ്പോൾ മുഹമ്മദായും, ചിലപ്പോൾ നബിയായും, ചിലപ്പോൾ മുഹമ്മദ് നബിയായും, ചിലപ്പോൾ കർത്താവായും, കൃഷ്ണനായും, അങ്ങനെ പല പല നാമങ്ങൾ എത്രയൊക്കെ പേരുകളിൽ വിളിച്ചാലും വീണ്ടും വീണ്ടും പല പല രൂപത്തിലും പല പല ഭാവത്തിലും മൂപ്പര് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടേ ഉണ്ടാവും. കാരണം ശരീരം ദൈവത്തിന് സ്വന്തമല്ല, ആത്മാവ് മാത്രമാണ് ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് ഏത് നിമിഷവും എപ്പോഴും നിങ്ങൾ കാത്തിരുന്നോളൂ, എപ്പോഴാണ് വരിക, എപ്പോഴാണ് പോകാമെന്നറിയില്ല. അപ്പോൾ ആ ദൈവഭയം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവട്ടെ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയിലും, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിലും ദൈവമുണ്ട് അല്ലേ. അപ്പോൾ കഴിവതും നിങ്ങൾ സ്നേഹം കൊടുക്കുക അല്ലേ, നല്ല മനസ്സ്, ഇതൊക്കെ നിർമ്മലമായ മനസ്സ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും. നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് എവിടെയും തേടിക്കൊണ്ട ആവശ്യമില്ല, നമ്മളിൽ തന്നെ ദൈവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ഓർത്ത് ജീവിക്കാൻ നോക്കൂ കേട്ടോ. അങ്ങനെ ചെയ്യുമല്ലോ. ഓക്കേ, ബൈ.